ഹലോ ഡിയേഴ്സ്, എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ഔട്ട്ഫിറ്റും ജ്വല്ലറി എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഔട്ട്ഫിറ്റ് വന്നിട്ട് സുതിയോയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ജ്വല്ലറി ആണെങ്കിൽ തൊടുപുഴയുള്ള സൈറ ബ്രൈഡൽ ഹബിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്തോ ഒരു പ്രത്യേക ലുക്കല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം ഇതൊന്നുമല്ല. നമ്മൾ ഇന്ന് സെഫോറയുടെ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ സെഫോറയുടെ 98 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നല്ലൊരു പിങ്ക് കളർ ചേർന്നിട്ടൊരു നല്ലൊരു ഷെയ്ഡാണ്. ദെൻ അതിനുശേഷം നമ്മളൊരു ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നല്ലോണം അത് വൈപ്പ് ചെയ്യുന്ന അടുത്ത ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഏറ്റവും ഒരു ടാസ്ക് ഉണ്ട്. നമ്മുടെ ലിപ്സ് ഭയങ്കര സെൻസിറ്റീവ് ആവും. മീൻസ് ഭയങ്കര എന്താണ് ലിപ്സിൻ്റെ ആ ഒരു വൺ ലെയർ സ്കിന്നിങ്ങടെ പൊളിഞ്ഞു വരുന്ന പോലെ തോന്നും ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വൈപ്പ് ചെയ്യുമ്പോൾ. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് 25 ആണ്. ഇത് നല്ലൊരു ഓറഞ്ച് കളർ വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഒരു ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ. സെഫോറയുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് നന്നായിട്ട് അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വൺ ഡേ ഫുള്ള് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ലിപ്സ്റ്റിക്കാണ്. ബ്രൈഡ്സിനൊക്കെ ഞാൻ കൂടുതൽ ഈ ഒരു ഷെയ്ഡ്സൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ സെഫോറയുടെ എല്ലാ ലിപ്സ്റ്റിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സെഫോറയുടെ ലിപ്സ്റ്റിക്ക് വന്നേ പിന്നെ ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. അത്രയും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിൽക്ക് ബാം എന്ന് പറയുന്ന ലിപ് ഗ്ലോസ്, നല്ലൊരു ലിപ് ഗ്ലോസ് ആണ്. ഭയങ്കര നാച്ചുറൽ ഫിനിഷിംഗ് ആണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ ഒരു ഷെയ്ഡും എനിക്ക് ഇഷ്ടമായി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ഈ ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്യുന്നതാണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് 42 ആണ്. നല്ലൊരു ബ്രൗൺ കളറ് ചേർന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അതും എനിക്കിഷ്ടമായി. എല്ലാ കളേഴ്സും ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത. ഏത് കളർ ഇട്ട് കഴിഞ്ഞാലും നമുക്കങ്ങ് ചേർന്ന് വരും ഭയങ്കരമായിട്ട്. നമ്മുടെ സ്കിന്നിനോടും ആ ഒരു ഫേസിനോടും ഒക്കെ നമുക്ക് ചേർന്ന് വരും. അപ്പോൾ ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്ക്. ലിപ് ഗ്ലോസ് ഇല്ലാണ്ടാണ് ഈ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി ലിപ് ഗ്ലോസ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഗ്ലോസും കൂടെ വരുമ്പോൾ വേറൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ ഈ ലിപ് ഗ്ലോസ്. ഇത് കണ്ടോ, ലിപ് ഗ്ലോസ് വന്നപ്പം ഇങ്ങനെ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. അടുത്തത് വന്നിട്ട് അടുത്ത ഷെയ്ഡ് 96 ആണ്. നല്ലൊരു റെഡ് കളറാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ട് ഐ മേക്കപ്പ് ചെയ്യരുത്. ഇത് ഞാൻ ജസ്റ്റ് മേക്കപ്പ് ചെയ്തപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയും കൂടെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ട്. ആ നെയിലും അതുപോലെ ലിപ്സും തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഇതിൻ്റെ മേളിൽ ഗ്ലോസ് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കെന്തോ ഗ്ലോസ് ഇടാൻ തോന്നിയില്ല. അടുത്ത ഷെയ്ഡ് വന്നിട്ട് 80 ആണ്. ഇത് ഭയങ്കര ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ലിപ്സ്റ്റിക്കാണ്. ഇങ്ങനെയുള്ള ഷെയ്ഡ്സിൻ്റെ കൂടെ നമുക്ക് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ഫിനിഷിങ്ങില്ലേ. അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എൻ്റെ ലിപ്സ് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്ലംബി ആയിട്ട് ഇരിപ്പുണ്ട്. പ്ലംബറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതെ, അയ്യോ, ലിപ്സ് തുടച്ച് എൻ്റെ അമ്മ ലിപ്പ് തന്നെ തുടച്ച് പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് നീറുന്നുണ്ട്. എനിവേ ലിപ്സ് നല്ല പ്ലംബി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. കണ്ടോ എന്തോ ലിപ്സ്റ്റിക്കാണ് പോകുന്നതെന്ന്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് 02 ആണ്. ഇതും നല്ലൊരു നാച്ചുറൽ ഫിനിഷിങ് തരുന്ന നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ബ്രൈഡ്സിനൊക്കെ, ക്രിസ്ത്യൻ ബ്രൈഡ്സിന് പ്രത്യേകിച്ച് എടുത്ത് പറയണം, ക്രിസ്ത്യൻ ബ്രൈഡ്സിന് പോകുന്ന ഷെയ്ഡാണ്. ഇനി അടുത്ത് വന്നിട്ട് 41 എന്ന് പറയുന്ന ഷെയ്ഡാണ്. കുറച്ചൊരു പിങ്ക് ഷെയ്ഡും കയറി വരുന്നുണ്ട്. ബ്രൗണും എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ്. അതും നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. അടുത്ത് വന്നിട്ട് 60 ആണ്. 60. ഇത് വന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. നല്ല ബ്രൈറ്റ് പർപ്പിൾ കളറാണ്. അത്യാവശ്യം ഹെവി ആയിട്ട് എടുത്ത് നിൽക്കും കേട്ടോ. നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ആയിട്ട് ഇടാവുന്നതാണ്. ഒരു കളർ തന്നെ ഇടണം എന്നൊന്നുമില്ല. ഈക്വലായിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും. നല്ല ഷെയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രൈറ്റ്സിനൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ലിപ് ഗ്ലോസും കൂടി ഇട്ട് നോക്കാം കേട്ടോ. ലിപ് ഗ്ലോസ് ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വാവ്, എനിക്കിഷ്ടമായിട്ടോ. എല്ലാ കളേഴ്സും എനിക്കിഷ്ടമായി. ടാറ്റാ, ബൈ ബൈ ഉമ്മ.